ചോപ്പർ ഉപയോഗിച്ച് ക്യാരറ്റ് അരിഞ്ഞതാണ്. ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു സാധനമാണ്. നല്ല കേട്ടോ, ഗണേഷിൻ്റെ ആണ് ഈ ചോപ്പർ കേട്ടോ. നന്നായിട്ട് അരിഞ്ഞു കിട്ടും, കുഞ്ഞായിട്ട്. ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ സാധനങ്ങൾ, സവോള ഒക്കെ നമുക്ക് അരിഞ്ഞെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചാണ്. എനിക്ക് മിക്സിക്കകത്തിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത് അതിനേക്കാൾ ഇഷ്ടം ഇതാട്ടോ. പിന്നെ ഞാൻ ക്യാരറ്റ് തോരൻ വെക്കുന്നത് എങ്ങനെയാണ് എൻ്റെ രീതിയിൽ. ഇവിടെ കറിവേപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇടാതെ കേട്ടോ ഞാൻ വെക്കുന്നത്. കടുകിട്ട് സാധാരണ നമ്മളെല്ലാം വെക്കും പോലെ മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങ് വെച്ചു, എളുപ്പം. ഇന്നിപ്പം ഉച്ചയ്ക്ക് ചോറിന ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഒത്തിരി കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു തോരനും ഒരു ചാറുകറി ഉണ്ടെങ്കിൽ സംതൃപ്തമായി. അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ക്യാരറ്റ് ഇത്ര അരിഞ്ഞ് കിട്ടും കേട്ടോ ഈ ചോപ്പറിനകത്ത്. ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് കിട്ടും. ഇനി വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഗണേഷിൻ്റെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സാധനമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തേങ്ങയാണ് ഇത്. തേങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ ഇപ്പം. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നമ്മുടെ തൊടുപുഴയിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയായിരുന്നു അത്. തീരാറായി, 3-4 എണ്ണം കൊണ്ടുവന്നതാണ്. അങ്ങനെ തോരൻ വെച്ച് എടുക്കുന്ന ഭാഗമായിട്ട് ഇത് കേട്ടോ. അപ്പം അടുക്കളയുടെ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് പണ്ടൊക്കെ ഇടുമായിരുന്നു. ഇപ്പം ഇടാൻ സമയം കിട്ടാറില്ല, കാരണം ഓരോ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് നടക്കും. മഞ്ഞപ്പൊടി ആണേലും ഞാൻ വീട്ടിലുണ്ടാക്കിയ മഞ്ഞപ്പൊടിയാട്ടോ. നമുക്ക് മഞ്ഞൾ കൃഷിയുണ്ട് അവിടെ, തൊടുപുഴയുണ്ട്. മഞ്ഞളും ഇഞ്ചിയെല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ശുദ്ധമായ മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ ശുദ്ധമായ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ മണം തന്നെ ഒരു പ്രത്യേകതയല്ലേ മഞ്ഞപ്പൊടിയുടെയൊക്കെ. അങ്ങനെ തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഉപ്പിടുന്ന ഈ സ്പൂണില്ലേ, ആ സ്പൂണ് ഈ ഐസ്ക്രീമിൻ്റെ സ്പൂണാട്ടോ. നല്ലതാണ് നമ്മുടെ ഉപ്പിലൊക്കെ ഉപയോഗിക്കാം. സ്റ്റീൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. ഐസ്ക്രീമിൻ്റെ സ്പൂണുകൾ മേടിക്കാൻ കിട്ടുമല്ലോ നമുക്ക്, ഒത്തിരി വിലയൊന്നുമില്ല. ഞാൻ ഉപ്പിനകത്ത് ഇടുന്നത് അതാണ്. ബാക്കി എല്ലാത്തിനകത്തും ഞാൻ മറ്റേ സ്പൂൺ ഉപയോഗിക്കുന്നു. ഇത് ആണ് ഞാൻ സാധാരണ ഉപ്പിനകത്ത് ഇട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ എൻ്റെ തോരൻ റെഡിയായി, ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം പാകത്തിനാണ്. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ എൻ്റെ ചോറിൻ്റെ കൂടെയുള്ളത് ക്യാരറ്റ് തോരനും ഒരു വാഴയ്ക്ക ഉണ്ടായിരുന്നു, അത് മെഴുക്കുരട്ടി വെച്ചതും, അത് ഉപ്പേരി എന്നൊക്കെ പറയില്ലേ, അത് മെഴുക്കുരട്ടി വെച്ചതും ആണ് ഇന്നത്തെ എൻ്റെ. ഇനി ചാറുകറിക്ക് ഒരു കുമ്പളങ്ങ ഇരിപ്പുണ്ട്, അതൊന്ന് ചെറുതായിട്ട് ചാറ് വെക്കണം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വലിയതൊന്നുമില്ല.